അൾട്രാ ഹൈ ഡെൻസിറ്റി റംബുട്ടാൻ ഫാമിംഗ് ആണ്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ ഗ്രോത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കായ എങ്ങനെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 50 കിലോ കായാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വളർന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇൻ കേസ് പൊളിഞ്ഞു പോയാൽ ഇടയ്ക്കൊന്ന് ഓരോന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രോപ്പ് നമുക്ക് കിട്ടും. ഇപ്പം ഗ്രോത്ത് നമ്മൾ ആ ഉദ്ദേശിച്ച മാതിരി തന്നെ കറക്റ്റായിട്ടും ആ ഗ്രോത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 5 അടി റൗണ്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ടും അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ കൂടുതലായിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത വർഷം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം കായ്ക്കാനുള്ള അടുത്ത വർഷം കായ്ക്കാനുള്ള, അതുകൊണ്ട് കായ്ച്ച് കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്താൽ മതി കാര്യമായിട്ട്. ഇപ്പോൾ ഒത്തിരി വളർന്ന് നശിച്ചു പോകുന്നത് മാത്രം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുവരെയും വിജയമാണ്. നമുക്ക് കഴിഞ്ഞ വർഷവും അത്യാവശ്യം കാ കിട്ടി, വലിയ പ്രശ്നമില്ല. കിട്ടിയത് ഇത് നമ്മൾ 3-ാം വർഷം അൾട്രാ ഹൈ ഡെൻസിറ്റി ചെയ്ത റംബുട്ടാനാണ്. ഈ വർഷം ഇത് പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അടുത്ത വർഷം കായ്ക്കാനുള്ളതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് ഇപ്പോഴേ കളയേണ്ട കാര്യമില്ല. ഇത് അടുത്ത വർഷം ഇതിൻ്റെ ഗ്രോത്ത് കാ പറിച്ച് കഴിഞ്ഞിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഈസി പോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതുണ്ട്. അതുകൊണ്ട് നല്ല ഗ്രോത്ത് നമുക്ക് സാധാരണ വരുന്നതിനെക്കാട്ടിലും ഗ്രോത്ത് കൂടുതലുണ്ട്. ഇതുപോലെയുള്ള ചെറിയ കമ്പുകൾ മാത്രം ഈ വർഷം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ 3-ാം വർഷം റംബുട്ടാനാണ്. ഇതിപ്പം പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം ഇതെല്ലാം അടുത്ത വർഷം കായ്ക്കും. നമ്മളത് ഈസി പോട്ടാണ് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ 3-ാം വർഷം തന്നെ നല്ല ഗ്രോത്ത്, ഇതെല്ലാം ഇത്രയും തിക്കായിട്ട് നിന്നിട്ട് പോലും നല്ല ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. റൂട്ട് ഫോർമേഷൻ നന്നായിട്ടുള്ളതുകൊണ്ട് ഇതുണ്ട്. ഇപ്പം നമ്മൾ ഈസി പോട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് മണ്ണിന് ഇളക്കവും കിട്ടും, നല്ലപോലെ വേരും വളരും.